ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷം അഭിനയത്തിലേക്ക് ഇറങ്ങിയ രേണു ബിഗ് ബോസിൽ കൂടി പങ്കെടുത്ത ശേഷം തിരക്കുള്ള സെലിബ്രിറ്റിയായി മാറിയിരിക്കുകയാണ്. വിദേശത്തും സ്വദേശത്തുമെല്ലാം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനും ഒപ്പം ആൽബം അഭിനയവും എല്ലാമായി രേണു വിശ്രമിക്കാൻ പോലും സമയം കിട്ടുന്നത് ചുരുക്കമാണ്. അടുത്തിടെയായി രേണു ഏറെയും മിനി സ്കേർട്ട്, ഷോർട്സ് തുടങ്ങിയ മോഡേൺ വസ്ത്രങ്ങളിലാണ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാറുള്ളത്. അതിൻ്റെ പേരിൽ വിമർശനവും ലഭിക്കുന്നുണ്ട്. ആവശ്യത്തിന് പണമായാൽ രേണു വസ്ത്രത്തിൻ്റെ ഇറക്കം കുറച്ചുവെന്ന തരത്തിലാണ് വിമർശനം. എന്നാൽ ഫാഷൻ വസ്ത്രങ്ങൾ താനോ ഇന്നോ ഇന്നലെയോ അല്ല ധരിക്കാൻ തുടങ്ങിയതെന്ന് രേണു പറയുന്നു. ഭർത്താവ് സുധി തന്നെ മോഡൽ വസ്ത്രങ്ങൾ വാങ്ങിത്തരുമായിരുന്നുവെന്നും രേണു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മോഡേൺ വസ്ത്രങ്ങൾ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോഴായിരുന്നു മറുപടി. ഞാനിപ്പോൾ ചെയ്യുന്ന കഥാപാത്രം മോഡേൺ ആണ്. അതിനാലാണ് മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. മുമ്പ് ഞാൻ മോഡേൺ വസ്ത്രങ്ങളുമായി ഉപയോഗിച്ചിരുന്നത്. സുധിച്ചേട്ടൻ ഉള്ളപ്പോഴും മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. പക്ഷേ എന്നെ അന്ന് ആർക്കും അറിയില്ലായിരുന്നു. കിച്ചുവും സുധിച്ചേട്ടനും ഞാനും കൂടി കൊല്ലത്തൊക്കെ പോകുമ്പോൾ ട്രെൻഡ്സിലൊക്കെ കയറും. ആ സമയത്ത് കിച്ചുവും സുധിച്ചേട്ടനും എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുന്നതാണിഷ്ടം. അതുകൊണ്ട് തന്നെ അത്തരം വസ്ത്രങ്ങൾ രണ്ടുപേരും വാങ്ങിത്തരുന്നുണ്ട്. മുമ്പും ഞാൻ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. ആദ്യമായി ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിൽ ഞാനും കിച്ചുവും ഋതപ്പനും എല്ലാം കൂടി സുധിച്ചേട്ടനൊപ്പം വന്ന ഒരു എപ്പിസോഡുണ്ട്. എന്തായാലും നീ ഷോയിലേക്ക് വരികയല്ലേ, അതുകൊണ്ട് മോഡേൺ വേണ്ട, ചുരിദാർ ഇട്ട് വന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് അന്ന് ചുരിദാറൊക്കെ ഇട്ട് സാധാരണ രീതിയിൽ മുടിയൊക്കെ കെട്ടി വന്നത്. അന്നേ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇട്ട് ചെന്നിരുന്നുവെങ്കിൽ ലോക്കർ മനസ്സിലാക്കിയേനെ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ആളാണെന്ന്. അന്ന് മോഡേൺ വസ്ത്രങ്ങൾ ഇടാതിരുന്നത് മണ്ടത്തരമായിപ്പോയി. എല്ലാവരുടെയും വിചാരം സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടാൻ തുടങ്ങിയത് എന്നാണെന്നും രേണു പറയുന്നുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയതും അടുത്തിടെയാണെന്ന് രേണു പറയുന്നു. ബിഗ് ബോസിൽ വെച്ച് മേക്കപ്പ് കിറ്റ് എല്ലാവർക്കും കിട്ടിയ ദിവസം ഡോക്ടർ ബിന്നി കളറില്ലാത്ത പൗഡർ ഇടുന്നത് കണ്ടു. ഇത് എന്ത് പൗഡറാണെന്ന് ഞാൻ അവളോട് തിരക്കി. അപ്പോഴാണ് അവൾ പറഞ്ഞത് അത് ബനാന പൗഡറാണെന്ന്. അത് ഉപയോഗിച്ചാൽ നല്ല ഭംഗി വരുമെന്നും പറഞ്ഞു. ബനാന പൗഡർ എന്നൊരു പൗഡർ ഉണ്ടോ എന്ന് ഞാൻ ആദ്യമായി കേൾക്കുന്നത് തന്നെ ഡോക്ടർ ബിന്നിയുടെ വായിൽ നിന്നാണെന്നും രേണു പറയുന്നു. മാസത്തിലെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ജോലിയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലായതിനാൽ കൃത്യമായി വിശ്രമിക്കാൻ പോലും സമയം കിട്ടാറില്ലെന്നും അതിനാൽ പാചകം പോലുള്ളവയ്ക്ക് താൻ തുനിയാറില്ലെന്നും രേണു പറയുന്നു. 1-2 ദിവസമാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. ഈ ഓട്ടവും യാത്രയുമാണല്ലോ. ബസ്സിലും ട്രെയിനിലുമെല്ലാമാണ് എൻ്റെ യാത്രകൾ. ബുക്ക് ചെയ്താണ് യാത്രയെങ്കിലും നല്ല ക്ഷീണമുണ്ടാകും. വീട്ടിലേക്ക് 2 ദിവസത്തേക്ക് പോകുന്നത് തന്നെ റെസ്റ്റ് എടുക്കാനാണ്. പുറത്തു പോകാനൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരും എന്നെ ഉറക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയൂ, ആ ചെറിയ സമയത്ത് ഞാൻ പാചകം ചെയ്യണോ അതോ റെസ്റ്റ് എടുക്കണോ എന്നാണ് രേണു ചോദിക്കുന്നത്.